എനിക്കിനി വേണ്ട നിന്നെ, എവിടാന്ന് വെച്ചാൽ പോയിക്കോ. കടുത്ത അമർഷത്തിൽ ആകാശ് അത് പറയുമ്പോൾ ഒന്ന് നടുങ്ങി നന്ദന. ഓഹോ, അപ്പൊ അവിടം വരെ ആയി കാര്യങ്ങൾ അല്ലേ? എന്നെ മാത്രമാണോ വേണ്ടാത്തത്? അത് നമ്മുടെ മോനെ നിങ്ങൾക്ക് വേണ്ടേ? അതുകൂടി പറയേ. ആ ചോദ്യത്തിന് അവൻ മറുപടി പറഞ്ഞില്ല. എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പൊ ഒന്നും പറയാനില്ലേ? എന്നെ വേണ്ടെന്ന് തോന്നാൻ മാത്രം അവളിൽ മയങ്ങിപ്പോയോ നിങ്ങൾ? ആകാശിനെ വെറുതെ വിടുവാൻ നന്ദന ഒരുക്കമല്ലായിരുന്നു. അതേടി, നിന്നെപ്പോലല്ല അവള്. അവൾ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. കലി കയറിയ ആകാശം തിരിച്ചു പ്രതികരിച്ചു തുടങ്ങി. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ബഹളം കേട്ട് വീടിന് പുറത്തുകൂടിയ അയൽക്കാരും പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു. ഓ, അതിവിടുത്തെ ആകാശിനിപ്പോൾ ഏതോ ഒരു പെണ്ണുമായി അടുപ്പമാണെന്ന്. അത് നന്ദനെ അറിഞ്ഞിട്ട് ആകെ ബഹളം നടക്കുക. അടുത്ത വീട്ടിലെ കാരണവർ പറഞ്ഞത് കേട്ട് എല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു. ആർക്ക്? ആകാശിനോ? അയ്യോ, അവൻ നല്ലൊരു ചെക്കനല്ലേ. അവൻ ഇങ്ങനൊക്കെ പോകുമോ? ഇവരെ രണ്ടാളും പ്രേമിച്ച് കെട്ടിയതല്ലേ, എന്നിട്ടിപ്പോൾ അവന് വേറെ പ്രേമോ? അത് കൊള്ളാം. കേട്ടത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല. പക്ഷെ സത്യമായിരുന്നുവല്ല. 4 വർഷങ്ങൾക്ക് മുന്നെയാണ് ആകാശം നന്ദനയും വിവാഹം കഴിക്കുന്നത്. ഒരു സ്വകാര്യ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയിരുന്നു ആ സമയം ആകാശ്. നന്ദനയാകട്ടെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിയായിരുന്നു. അവൾക്ക് അച്ഛനില്ല. ആകെയുള്ളത് അമ്മയും ഒരു ചേട്ടനുമാണ്. തൻ്റെ വീട്ടുകാരുടെ എതിർപ്പുകൾ മറികടന്നാണ് ആകാശ് നന്ദനയുടെ കഴുത്തിൽ താലി കെട്ടിയത്. വിവാഹശേഷം ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസവും ആരംഭിച്ചു. കമ്പനിയിൽ അക്കൗണ്ടന്റ് ആയതിനാൽ തന്നെ കുറേയേറെ ബന്ധങ്ങളും പരിചയങ്ങളും ഉണ്ടായിരുന്ന ആകാശ് ചെറിയ ചെറിയ തട്ടിപ്പുകളിലൂടെയൊക്കെ കുറച്ചേറെ കാശ് സമ്പാദിച്ചു. ആ കാശ് ഉപയോഗിച്ച് തന്നെ 1-2 ടിപ്പർ ലോറികൾ വാങ്ങി. അതായിരുന്നു അവരുടെ തുടക്കം. അവിടെ നിന്നും പിടിച്ചു കയറി ഒടുവിലിപ്പോൾ സ്വന്തമായി 5ഓളം ടിപ്പർ ലോറികളും ഒരു ഹോളോ ബ്രിക്സ് ഫാക്ടറിയും സ്വന്തമായി ഉണ്ട് അവർക്ക്. ഒരു വസ്തു വാങ്ങി വീടും വെച്ചു. ഇതിനിടയിൽ ഒരു ഘട്ടത്തിൽ കമ്പനിയിലെ തട്ടിപ്പുകൾ പിടിക്കപ്പെട്ട് ആകാശിൻ്റെ ജോലി നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ സ്വന്തമായി ബിസിനസ് ഉള്ളതുകൊണ്ട് തന്നെ അതവനെ ഒട്ടും തന്നെ ബാധിച്ചില്ല. സന്തോഷമായി ജീവിതം മുന്നോട്ടു പോകവെയാണ് പഴയ കാമുകി മീനാക്ഷി വീണ്ടും ആകാശിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അവിചാരിതമായ കണ്ടുമുട്ടൽ ആയിരുന്നെങ്കിലും വിവാഹം കഴിഞ്ഞ് ഡിവോഴ്സ് എത്തി നിൽക്കുന്ന മീനാക്ഷിയിൽ വീണ്ടും അവൻ ആകൃഷ്ടനായിപ്പോയി. ആ ബന്ധം വളർന്നു. ഇന്നിപ്പോൾ നന്ദനയുമായുള്ള ഈ വഴക്കിന് കാരണമായതും ആ ബന്ധം തന്നെയാണ്. എനിക്കിനി നിന്നെ വേണ്ട. കാശും പത്രാസും കൂടിയപ്പോൾ നിനക്ക് അഹങ്കാരം കയറിപ്പോയി. എൻ്റെ കാര്യങ്ങൾ പോലും ഇപ്പോൾ നേരെ നോക്കാൻ നിനക്ക് സമയമില്ല. നേരെ ആഹാരം പോലും നീ വീട്ടിലുണ്ടാക്കാറില്ല. ഹോട്ടൽ ഫുഡ് കഴിച്ച് മടുത്തു ഞാൻ. നമുക്ക് പിരിയാം, ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാം. ആകാശ് അത് പറയുമ്പോൾ നന്ദനയിൽ വലിയ നടുക്കമൊന്നും ഉണ്ടായില്ല. കാരണം ആ വാക്കുകൾ അവൾ പ്രതീക്ഷിച്ചിരുന്നു. ഒടുവിൽ പറഞ്ഞു അല്ലേ നിങ്ങൾ? ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് വലുത് മറ്റവളാണല്ലോ. അവളോടൊപ്പം പോകാൻ ഓരോരോ കാരണങ്ങൾ. ഇപ്പോൾ ഞാൻ നിങ്ങളെ നേരെ നോക്കുന്നില്ല എന്ന്. കൊള്ളാം. കൊച്ചായ പിന്നെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പലപ്പോഴും എനിക്ക് പറ്റുന്നില്ല. അത് സത്യമാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ മോൻ്റെ കാര്യവും വീട്ടുകാര്യവും നോക്കുന്നത്. അത് നിങ്ങൾ മറക്കരുത്. അവളുടെ മറുപടി കേട്ട് പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു ആകാശ്. നിന്റെ കച്ചേരി കേൾക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇനി നിന്നോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. നമുക്ക് പിരിയാം. തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു അവൻ. എത്ര സിമ്പിളായാണ് നിങ്ങളിത് പറയുന്നത്. ഞാനും മോനും എവിടേക്ക് പോകണമെന്നാണ്. എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയില്ലേ നിങ്ങൾക്ക്? വയ്യാതെ കിടക്കുന്ന അമ്മയുടെ അടുത്തേക്ക് എങ്ങനെ മോനെയും കൊണ്ട് പോകും ഞാൻ? അതറിഞ്ഞു വെച്ച് മനഃപൂർവ്വം ചെയ്യുന്നതാണോ ഇത്? അല്ലെങ്കിലും വാശിപ്പുറത്ത് ഒഴിവാക്കാനുള്ളതാണോ കുടുംബം? ഞങ്ങളൊക്കെ വലുതാണോ നിങ്ങൾക്ക് ആ അഴിഞ്ഞാട്ടക്കാരി? ആശ്ചര്യമായിരുന്നു നന്ദനയ്ക്ക് ആകാശിൻ്റെ വാക്കുകൾ. എന്നാൽ അവളുടെ പ്രതികരണവും വീണ്ടും ആകാശിനെ ചൊടിപ്പിച്ചു. അഴിഞ്ഞാട്ടക്കാരിയെന്ന് നീ മീനാക്ഷി വിളിക്കേണ്ട. അവൾ അത്രക്കാരിയല്ല. പിന്നെ ആരോടൊപ്പം ജീവിക്കണമെന്നത് എൻ്റെ ഇഷ്ടമാണ്. സോ അതിൽ നീ ഇടപെടേണ്ട. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഡിവോഴ്സ് പെറ്റീഷൻ കൊടുക്കാം. പിരിയാം. എനിക്ക് വേണ്ട നിന്നെ. വളരെ സിമ്പിളായ ആകാശ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ എന്ത് പറയണമെന്നറിയാതെ കുഴഞ്ഞുപോയി നന്ദന. മോനെപ്പറ്റി ഓർക്കുമ്പോഴാണ് അവൾ ഏറെ തളർന്നത്. ആ ദിവസം അങ്ങനെ ബഹളത്തോടു കൂടി കടന്നുപോയി. വഴക്കുണ്ടാക്കി പുറത്തുപോയ ആകാശ് രാത്രി വളരെ വൈകിയാണ് തിരികെ വന്നത്. നന്ദനയോടൊപ്പം ഒരു മുറിയിൽ കിടക്കാൻ പോലും അവൻ തയ്യാറായില്ല. കുഞ്ഞിനോട് പോലും അവന് സ്നേഹമില്ലാതായോ എന്ന് സംശയിച്ചു പോയി നന്ദനയും. പിറ്റേന്ന് വിവരങ്ങൾ അറിഞ്ഞ നന്ദനയുടെ സഹോദരനും 1-2 ബന്ധുക്കളും ഒത്തുതീർപ്പിനായി എത്തിയെങ്കിലും ഫലം കണ്ടില്ല. അവളെ ഇനി വേണ്ട എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു ആകാശ്. അതോടെ പ്രശ്നങ്ങൾ വഷളായി. ഇതിനോടകം ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ശ്രമത്തിലായിരുന്നു ആകാശ്.
എന്നാൽ അപ്പോഴാണ് ഒരു വലിയ പ്രശ്നം അവൻ്റെ മുന്നിലേക്ക് എത്തിയത്. ആകാശ്, നിങ്ങളുടെ ബിസിനസ്സും വണ്ടികളുമെല്ലാം വൈഫിൻ്റെ പേരിലാണോ? വക്കീലിൻ്റെ ചോദ്യം കേട്ട് ആകാശിൻ്റെ നെറ്റി ചുളിഞ്ഞു. അതേ വക്കീലെ, ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അതൊക്കെ തുടങ്ങിയത്. സംഭവം ഇച്ചിരി വെട്ടിപ്പൊക്കെ നടത്തിയിരുന്നു ആ സമയത്ത്. സോ എപ്പോഴേലും പിടിക്കപ്പെട്ടാൽ സേഫ് ആകാൻ വേണ്ടി അവരുടെ പേരിലാണ് എല്ലാ ബിസിനസ്സും ചെയ്തത്. ആ മറുപടി കേട്ട് അല്പസമയം മൗനമായി വക്കീൽ. എന്താ വക്കീലെ, അത് ഡിവോഴ്സ് സമയത്ത് നമുക്ക് അവളുടെ പേരിൽ നിന്ന് എൻ്റെ പേരിലേക്ക് മാറ്റി എഴുതിച്ചൂടെ? പിന്നെ വേണേൽ അവൾക്ക് എന്തെങ്കിലും ഒരു നഷ്ടപരിഹാരവും കൊടുക്കാം. സംശയത്തോടെ ആകാശ് വീണ്ടും നോക്കവേ പതിയെ എഴുന്നേറ്റു വക്കീൽ. എഴുതി വാങ്ങാം, വൈഫ് സമ്മതിച്ചാൽ. അവർ സമ്മതിച്ചില്ലെങ്കിൽ താൻ എന്തു ചെയ്യും? അപ്പോഴാണ് സംഭവത്തിൻ്റെ ഗൗരവം ആകാശിന് മനസ്സിലായത്. അങ്ങനൊരു ചിന്ത മുന്നേ അവനുണ്ടായിരുന്നില്ല. അതോടെ ആകെ ആശയക്കുഴപ്പത്തിലായി അവൻ. താൻ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഉറപ്പായും നന്ദന അത് സമ്മതിക്കില്ല. ആകാശ് മനസ്സിൽ ഉറപ്പിച്ചു. അതുതന്നെ സംഭവിച്ചു. തനിക്ക് കിട്ടിയ ഒരു വലിയ അവസരമായി നന്ദന അതിനെ കണ്ടു. ഒരു കാരണവശാലും തൻ്റെ പേരിലുള്ള ബിസിനസ്സും വണ്ടികളും തിരികെ നൽകില്ല എന്ന് നന്ദനയും ഉറപ്പിച്ചു പറഞ്ഞു. ഒരു സുഹൃത്ത് വഴി നിയമസഹായവും അവൾ നേടിയിരുന്നു. അതോടെ ആകെ കുടുക്കിലായി ആകാശ്. ഇതിനിടയിൽ തങ്ങളുടെ രഹസ്യബന്ധം പരസ്യമായി നാണക്കേടുണ്ടായി. ഒപ്പം തന്നെ ആകാശിൻ്റെ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ കൂടി ആയതോടെ മീനാക്ഷി പതിയെ അവനിൽ നിന്നും ഒഴിഞ്ഞു മാറി. അതും അവന് വലിയ ആഘാതമായി. നീ ചെയ്തത് തോന്നിയവാസല്ലേടാ. ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുവന്ന് ഒരു കൊച്ചുവായി, എന്നിട്ടിപ്പോൾ വേറൊരുത്തിയുടെ പിന്നാലെ പോയിട്ട് അവളെ ഒഴിവാക്കാൻ നോക്കുന്നു. ഇതൊന്നും ഒരിക്കലും നല്ല കാര്യങ്ങളാണെന്ന് കരുതരുത്. ഇന്നിപ്പോൾ നന്ദന ഒന്നും തിരിച്ചെഴുതി തന്നില്ലേലും കേൾക്കുന്നവര് അവളുടെ സൈഡ് മാത്രമേ നിൽക്കൂ. കൂട്ടുകാരുടെ കുത്തുവാക്കുകളും ആകാശിൻ്റെ മനസ്സിൽ തറച്ചു തുടങ്ങിയിരുന്നു. കുടുംബവും തകർന്ന് ഒപ്പം തന്നെ എല്ലാം നഷ്ടമായ അവസ്ഥയിൽ ആകെ തകർന്നു പോയി അവൻ. ഇപ്പം നിനക്ക് മീനാക്ഷിയുടെ ഉടായ്പ് മനസ്സിലായില്ലേ? ആരും അറിയാതെ നിന്റെ നിന്ന് കാശ് തട്ടാനുള്ള പ്ലാനിലായിരുന്നു അവള്. നിന്റെ വീട്ടിൽ പ്രശ്നങ്ങളായപ്പോൾ നൈസിന് അവൾ മുങ്ങിയത് കണ്ടോ? ഈ ബന്ധങ്ങളൊക്കെ ഇത്രയുള്ളടാ. എന്നും നിലനിൽക്കുന്നത് കുടുംബ ബന്ധം മാത്രമാണ്. ഇനിയേലും ചെയ്തു തെറ്റ് മനസ്സിലാക്കി എന്നിട്ട് മാപ്പ് പറഞ്ഞ് നന്ദനയോടും മോനോടും ഒപ്പം സുഖമായി ജീവിക്കാൻ നോക്ക്. അതാണ് ആണത്തം. ആ അവസ്ഥയിൽ കൂട്ടുകാരുടെ ഉപദേശം അവൻ്റെ മനസ്സിൽ കയറി തുടങ്ങി. കുറ്റബോധം അവനെ വലച്ചു. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇനി ഞാൻ എങ്ങനെ അവളുടെ മുന്നിൽ പോകും? ഒരിക്കലും നന്ദന ഇനി എന്നെ അംഗീകരിക്കില്ല, വിശ്വസിക്കില്ല. നിരാശയിലിരുന്ന ആകാശിന് കൂട്ടുകാർ തന്നെ തുണയായി. നിനക്ക് തോന്നിയ ഈ കുറ്റബോധം ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞങ്ങളെ ശരിയാക്കി തരാനില്ല. അവർ മുൻകൈയെടുത്ത് വീണ്ടും ഒരു ഒത്തുതീർപ്പ് ചർച്ച നടത്തി. ആദ്യം എതിർത്തെങ്കിലും മോൻ്റെ കൂടി ഭാവി ഓർത്ത് ഒടുവിൽ നന്ദന ഒരു ഒത്തുതീർപ്പിന് വഴങ്ങി. അങ്ങനെ മീനാക്ഷിയുമായുള്ള എല്ലാ കോണ്ടാക്റ്റും അവസാനിപ്പിച്ച് വക്കീലിൻ്റെ മധ്യസ്ഥതയിൽ അവർ വീണ്ടും ഒന്നായി. ഒരു വട്ടം തന്നെ വിട്ടുപോയതിനാൽ തന്നെ പൂർണ്ണമായും ആകാശിനെ വിശ്വസിക്കാൻ നന്ദന ഒരുക്കമായിരുന്നില്ല. എനിക്ക് സമയം വേണം. ഇനിയും നിങ്ങളെ കണ്ണടച്ച് വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. അവൾ പറഞ്ഞത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു ആകാശ്. എത്ര സമയം വേണോ എടുക്കാം നിനക്ക്. ഞാൻ ഒരു പ്രശ്നത്തിനും വരില്ല. എൻ്റെ തെറ്റുകൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അവൻ്റെ മറുപടി കേട്ട് മൗനമായി നന്ദന. ആത്മാർത്ഥമായി മനസ്സിൽ കുറ്റബോധം തോന്നിയതിനാൽ തന്നെ നന്ദനയ്ക്ക് തന്നെ വീണ്ടും ഉൾക്കൊള്ളാൻ സമയം നൽകാൻ ആകാശ് ശ്രമിച്ചു. ഒടുവിൽ ഏകദേശം 6 മാസങ്ങൾ കഴിയവേ വീണ്ടും എല്ലാം മറന്നു അവരുടെ ദാമ്പത്യം സന്തോഷപൂർണമായി. താൻ ചെയ്ത തെറ്റിന് തൻ്റെ ആത്മാർത്ഥമായ സ്നേഹം കൊണ്ട് ആകാശ് പ്രായശ്ചിത്തം ചെയ്തു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.